പണച്ചിലവേറിയുള്ള കലോത്സവ ഇനങ്ങളിൽ പങ്കെടുക്കാൻ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ചമയവും വേഷഭൂഷാദികളും നൽകി നന്ദനം ഡാൻസ് കളക്ഷൻസ്. ഏതിനത്തിൽ മത്സരിക്കുന്നവർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും സൗജന്യമായി നൽകുമെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. സ്കൂളിൽ നിന്നുള്ള പ്രധാനാധ്യാപകന്റെ കത്തും തിരിച്ചറിയൽ രേഖകളും നൽകിയാൽ അർഹതയുള്ളവർക്ക് എല്ലാം സൗജന്യമായി ഇവിടെ നിന്ന് ലഭിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആ ഒരു സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ഈ കലാപ്രേമികൾ കലയിലേക്ക് എത്തുന്ന, ഡാൻസിലേക്ക് എത്തുന്ന, നൃത്തം അവതരിപ്പിക്കാൻ എത്തുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും ആ കുട്ടികൾക്കുമൊക്കെ ഏറെ ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനവുമായിട്ട് തൃശ്ശൂരിലെ നന്ദനം ഡാൻസ് കളക്ഷൻസിൻ്റെ ഉടമകൾ എത്തിയിരിക്കുകയാണ്. അവർ 2018 ചെയ്ത അതേ പ്രവൃത്തി ഇക്കുറിയും ചെയ്യുന്നു. അതായത് ഈ ഡാൻസ് ഐറ്റംസിൽ വരുന്ന കുട്ടികൾക്ക്, സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി വസ്തുക്കൾക്ക് നൽകുകയാണ്. 2018 അവർ 55 കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇക്കുറിയും അതേ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് സ്ഥാപനം നടത്തിയിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള സജീവൻ അടക്കം ഇവിടെ നിൽപ്പുണ്ട്. അവർ വ്യക്തമാക്കിയിട്ടുള്ളത്, ഈ പ്രധാന അധ്യാപകൻ്റെ, ഏത് സ്കൂളിലെയാണോ ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ ലെറ്ററുമായിട്ട് വന്നാൽ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഏത് ഐറ്റംസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളും ഇവിടെ നിന്ന് സൗജന്യമായിട്ട് നൽകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാലും 2018 നമ്മൾ നൽകി. ഇക്കുറി കലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എത്ര തയ്യാറെടുപ്പുണ്ട്, എത്രത്തോളം തയ്യാറെടുപ്പുണ്ട്? നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം 55 കുട്ടികളാണെങ്കിൽ ഈ വട്ടം ഒരു 75 കുട്ടികളാണെങ്കിലും അവർക്കുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോൾ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ സഹായം അത്ര മാത്രമേ ഉള്ളൂ. അതിൽ അപ്പം എത്ര കുട്ടികൾ വന്നാലും നമ്മളിത് നൽകും. എന്തൊക്കെയാണ് അതിന് ഈ മാതാപിതാക്കൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ? അല്ല, അതിൽ മുഖ്യമായിട്ട് ആ പഠിക്കുന്ന സ്കൂളിലെ പ്രഥമ അധ്യാപകൻ്റെ ഒരു ലെറ്റർ, ഇത് ഈ കുട്ടി അതിന് അർഹതപ്പെട്ടതാണോ എന്ന്. രണ്ടാമത് അവരുടെ ID പ്രൂഫ്. പ്രോഗ്രാം കഴിഞ്ഞാൽ അതുപോലെ തിരിച്ചേൽപ്പിക്കുക. ഇത്രയാണ് ആവശ്യമുള്ളൂ. അതായത് ഇപ്പം ഈ ഒരു നടപടി എത്രത്തോളം സഹായകരമാണ് സാധാരണക്കാർക്ക്? ഈ അധ്യാപകരുടെയൊക്കെ ഭാഗത്തു നിന്ന് എന്താണ് ഈ മുൻപ് നമ്മളിത് ചെയ്തപ്പോഴത്തേനുണ്ടായ പ്രതികരണം? അന്ന് നമ്മൾ ഒരു തുടക്കമായിരുന്നു. ഈ വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞ വർഷം കൊടുത്തതിൻ്റെ. ഇതിൽ കൂടുതൽ മറന്ന് വെച്ച് വരുന്ന കുട്ടികളെയാണ് ഇതിൽ കൂടുതൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്. പല ജില്ലകളിൽ നിന്നും മറന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരും, ഓർണമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, ഓർണമെൻറ്റ്സ് കൊണ്ടുവരും, ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ മറന്ന കുട്ടികൾ ആ പ്രോഗ്രാമിൻ്റെ ആ സമയത്ത് ഇത് കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കത് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൽ മുഖ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇവർ ഭരതനാട്യത്തിനുള്ള പുതിയ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ പരിപാടിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ 2500 രൂപയിലധികം വാടകയ്ക്ക് എടുക്കുമ്പോൾ വാടക നൽകേണ്ട ഉൽപ്പന്നമാണ്. അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ആടയാഭരണങ്ങളൊക്കെ ഈ 5000 രൂപയിലധികം വില വരുന്നതാണ്. ഇതൊക്കെ സൗജന്യമായിട്ട് തന്നെ ഇവിടെ നൽകുകയാണ്. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഇത്തരത്തിൽ കലാപ്രതിഭകൾക്ക്, അല്ലെ കലയിലേക്ക് പങ്കെടുക്കാൻ വരുന്ന ഡാൻസ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് നൽകുന്നതിന് വേണ്ടി ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രധാന അധ്യാപകൻ്റെ ലെറ്റർ മാത്രമാണ് ഇവർ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ID പ്രൂഫും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമറമാൻ സുഷോബിനൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.